എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ചീസ് ബോളാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: എഗ് വൈറ്റ് ഒരു 2 മുട്ടേണ്ടത്. എഗ് വൈറ്റ് നോക്കിയിട്ട് എടുക്കാം. ഇത് മൈദ ഒരു 1/2 കപ്പ്. ഗാർലിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, മല്ലിയില, പിന്നെ ബ്രെഡ് ക്രംസ് വേണം. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ചില്ലി ഫ്ലേക്സ്, ഉപ്പ് ആവശ്യത്തിന്, മൊസറല്ല ചീസ് വേണം, ബട്ടർ വേണം. ചിക്കന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കന് 600 ഗ്രാം എടുത്തിരിക്കുന്നത്. പെപ്പർ പൗഡർ ഒരു 2 ടീസ്പൂൺ. ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചിക്കന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അത് കുറച്ചൊരു പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം. അത് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ അരച്ച് വെച്ച ചിക്കനിലേക്ക് പെപ്പർ പൗഡർ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ക്രഷ്ഡ് ചില്ലിയും അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൈദ എടുക്കാം. മൈദയിൽ ഒരു 1/2 കപ്പ് നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് എടുക്കുക. മൈദയും ബ്രെഡ് ക്രംസൊക്കെ എഗ് വൈറ്റൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആ മൈദയിലേക്ക് നമ്മൾ ക്രഷ്ഡ് ചില്ലി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും ക്രഷ്ഡ് ചില്ലിയാണ് അതിലേക്ക് ചേർക്കേണ്ടത്. ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് നമ്മളൊരു കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചീസ് ഇഷ്ടമുള്ള ആൾ കുറച്ചധികം വെച്ച് കൊടുക്കുക. അതിന് കണക്കായി ചീസ് വെച്ചിട്ട് അത് ബോൾസ് ആക്കി എടുക്കുക. ശേഷം ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ മൈദ മിക്സിലേക്ക് ഡിപ്പ് ചെയ്യാം. ശേഷം എഗ് വൈറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എഗ് വൈറ്റിലേക്ക് മുക്കിയിട്ട് അതിനുശേഷം ബ്രെഡ് ക്രംസിലാക്കുക. പിന്നെ ഒന്നുകൂടി എഗ് വൈറ്റിൽ മുക്കുക. പിന്നെ ഒന്നുകൂടി ബ്രെഡ് ക്രംസിൽ മുക്കുക. 2 പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യണം. അതായത് ഡബിൾ കോട്ടിങ് ചെയ്യണം. ഇതേപോലെ കഴിയുന്നത് വരെ ചെയ്യാം. ശേഷം നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് വെക്കുക. ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.